ലോകരക്ഷകനും ദൈവപുത്രനുമായ യേശുവിന്റെ അമ്മയായി ദൈവം തിരഞ്ഞെടുത്ത പരിശുദ്ധ മറിയം സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തയും ദൈവപുത്രന്റെ ജനനി എന്ന യോഗ്യതയ്ക്കായി പ്രത്യേകം ഒരുക്കപ്പെടണം എന്നതും സ്വർഗത്തിന്റെ നിശ്ചയമായിരുന്നു. നസ്രത്തിലെ പുണ്യ ദമ്പതികളും രക്ഷകന്റെ വരവിനായി പ്രാർത്ഥനയോടെ കാത്തിരുന്നവരുമായ യോവാക്യമിന്റെയും അന്നയുടെയും ദീർഘനാളത്തെ വന്ധ്യതയ്ക്കുള്ള മറുപടിയായിരുന്നു പരിശുദ്ധ മറിയത്തിന്റെ ജനനം. ദൈവിക മാതൃത്വം എന്ന ഉന്നത പദവിക്കായി തിരഞ്ഞെടുക്കപ്പെട്ട മറിയത്തിന്റെ അമലോത്ഭവത്തെപ്പറ്റി 1854 ഡിസംബർ 8 9 പിയൂസ് മാർപ്പാപ്പ ഇപ്രകാരം പ്രഖ്യാപിച്ചു: എത്രയും ഭാഗ്യപ്പെട്ട കന്യകാമറിയം ഉത്ഭവത്തിന്റെ പ്രഥമ നിമിഷം മുതൽ മനുഷ്യവംശത്തിന്റെ രക്ഷകനായ ഈശോ മിശിഹായുടെ യോഗ്യതകളെ പ്രതി സർവശക്തനായ ദൈവം നൽകിയ പ്രത്യേക വരത്താലും ആനുകൂല്യത്താലും ഉത്ഭവപാപത്തിന്റെ സകല മാലിന്യങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ദൈവം വെളിപ്പെടുത്തിയതും ആയതിനാൽ ഉറച്ച് വിശ്വസിക്കേണ്ടതുമാണ്. മാർപ്പാപ്പയുടെ ഈ പ്രഖ്യാപനത്തെ ഉറപ്പിച്ചുകൊണ്ട് 1858 മാർച്ച് 25 ലൂർദിൽ ദൈവമാതാവ് വിശുദ്ധ ബർണദീത്തയ്ക്ക് ഞാൻ അമലോത്ഭവയാണ് എന്ന് സ്വയം വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.